നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സച്ചേട്ടാ, സച്ചേട്ടാ, എന്താ സച്ചേട്ടാ, നമുക്കൊന്ന് വേഗം ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകണം. എന്താ പെട്ടെന്ന്? അതൊക്കെ ഞാൻ പറയാം. എന്നെ ഒന്ന് വേഗം അവിടം വരെ കൊണ്ടുപോ. പോവാം, താൻ ടെൻഷൻ ആവാതെ വാ. ഹലോ, പറയടാ. ഇതുവഴി പാസ് ചെയ്ത് പോയിട്ടുണ്ട്. ദേഹമൊന്നും അനക്കണ്ട കേട്ടോ. ചെറിയ പെയിൻ എന്തെങ്കിലും തോന്നുമ്പം തന്നെ പറയണം, ഞങ്ങൾ വന്നോളാം. ഇവിടെ തന്നെ കിടക്കാൻ തീരുമാനിച്ചത് നന്നായി. വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ ആകെ കോംപ്ലിക്കേറ്റഡ് ആയനെ. മോക്ക് മറ്റു പ്രശ്നമൊന്നുമില്ലല്ലോ അല്ല സിസ്റ്ററെ? അങ്ങനെ ചോദിച്ചേ ഇല്ല. ഇതുപോലെയുള്ള ധാരാളം കേസുകളിലൊന്ന് ആതിരയുടേത്. ഇതിലും ക്രിട്ടിക്കലായി ഇവിടേക്ക് വന്നവരൊക്കെ കുഞ്ഞിനെ കൊണ്ട് സന്തോഷത്തോടെ ഇവിടുന്ന് പോയിട്ടുള്ളത്. പേടിക്കൊന്നും വേണ്ട. മോളെ, അച്ഛാ, ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അച്ചു. സിസ്റ്ററെ, ഇത് ഞങ്ങളുടെ മൂത്ത മകൾ അർച്ചന. ഓ, ഉച്ചയ്ക്ക് ചൂടുകഞ്ഞി കൊടുത്താൽ മതി കേട്ടോ സിസ്റ്റർ. നീ എന്താ അച്ഛ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ? നിന്റെ അനിയത്തിയുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ നീ രക്ഷിച്ച് കാണിക്കും. അച്ചു, ഞാനും ചോദിച്ചതാമേ. വേഗം ഇങ്ങോട്ട് വരണമെന്ന് മാത്രമേ എന്നോടും പറഞ്ഞോളൂ. അല്ല, സന്ദീപ് അങ്ങോട്ട് പോയി? സന്ദീപ് ഫാർമസി പോയിട്ട് ഡോക്ടറെ കൂടെ കണ്ടിട്ട് വരാന്ന് പറഞ്ഞു. മേരിയാനിപ്പം ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി വീട്ടിലോട്ട് പോയി. ഇനി പ്രസവം കഴിയുന്നവരെ ഇവിടെ തന്നെ കിടക്കണമല്ലോ. ഞാനൊന്ന് സന്ദീപിനെ നോക്കിയിട്ട് വരാം. ഇവിടെ കിടക്കുന്ന തന്നെയാ നല്ലത്. അറിയാലോ, നല്ലതുപോലെ സൂക്ഷിക്കണം.
അനുപേട്ട വല്ലാതെ തലവേദന എടുക്കുന്നു. ഒരു ചായ കുടിച്ചിട്ട് പോയാലോ? ഇവിടെ കുടിക്കാം. വാ. ചേട്ടാ 2 ചായ. എടാ ഷിബുവേ 2 ചായ. നിനക്ക് കഴിക്കുന്നതിലും വേണം? വേണ്ട, ചായ മാത്രം മതി. മോളോട് അപ്പുറത്തെ ലതേച്ചിയുടെ വീട്ടിൽ ഇരിക്കാനാ പറഞ്ഞത്. നമുക്കുള്ള ഡ്രസ്സ് മാത്രം വീട്ടിൽ നിന്ന് എടുത്താൽ മതി. അച്ഛനും അമ്മയും ഇന്ന് വൈകിട്ട് വീട്ടിലേക്ക് പറഞ്ഞയക്കാം. എന്തിനാ എല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത്? ഇതൊക്കെ സാധാരണയായിട്ട് സംഭവിക്കുന്നതാണെന്നാ സന്ധ്യ ഡോക്ടർ പറഞ്ഞത്. പിന്നെ നിന്നെ ഇപ്പം നോക്കുന്ന ഡോക്ടർ നല്ല ഡോക്ടറാണെന്നും സന്ധ്യ ഡോക്ടർ ഇടയ്ക്ക് വിളിച്ച് നിന്റെ കാര്യങ്ങൾ സംസാരിക്കാറുണ്ടെന്നും പറഞ്ഞു. കമലേ, ഞാൻ കാന്റീനിൽ പോയി ചായ വാങ്ങിച്ചോട്ട് വരാം. ആ മാഷേ, ഞാനും കൂടെ വരാം. അച്ഛമോൾ ഇവിടെ ഇപ്പൊ ഉണ്ടല്ലോ. നിങ്ങൾ പോയിട്ട് വാ, ഞാനിവിടെ ഇരുന്നോളാം. പോയിട്ട് വരെ. അവന്റെ അടുത്ത് ഇവിടെ വന്ന് അങ്ങനെയൊക്കെ പറയണമെങ്കിൽ അവരെന്തോ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവണം. ഇവിടെ കിടക്കുന്നോണ്ട് പെട്ടെന്ന് അവരൊന്നും ചെയ്യാൻ മുതിരില്ല. അതിനവർക്ക് ആവുകയില്ല. എനിക്ക് നല്ല പേടിയുണ്ട് ചേച്ചി. അവരെന്നെയും കുഞ്ഞിനെയും എന്തെങ്കിലും ചെയ്യുമോ? ഇത് തന്നെ അവരുടെ ഉദ്ദേശം, ഭയപ്പെടുത്തുക. അവരുടെ ഉദ്ദേശം അതായതുകൊണ്ട് തന്നെ നീ ഭയപ്പെടണ്ട. തൽക്കാലം ഇതൊന്നും സന്ദീപിനോടും പറയാൻ നിൽക്കണ്ട. പെട്ടെന്ന് അവനിതൊക്കെ കേട്ടാ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാനാവില്ലല്ലോ. ധനുഷ് സ്നേഹ വിവാഹം, നിന്റെ പ്രസവം, ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വലിയ സംഭവങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. അത് എങ്ങനെ തടയുമെന്ന ഞാനും ആലോചിക്കുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.